കേരള പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആലുവ സർവമത സമ്മേളനത്തിന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തിക്കൊണ്ട് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളെ മുൻനിർത്തി സാംസ്കാരിക സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1924 മാർച്ച് 3, 4 തീയതികളിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി വേളയിലാണ് ജില്ലയിൽ സർവമത സമ്മേളനത്തിന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തുന്ന സെമിനാർ സംഘടിപ്പിച്ചത്. വടക്കഞ്ചേരി EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ TR അജയൻ അധ്യക്ഷനായി. പ്രൊഫസർ MM നാരായണൻ ആശംസാ പ്രസംഗം നടത്തി. സംഘാടക സമിതി ചെയർമാൻ T കണ്ണൻ സ്വാഗതവും മേഖലാ പ്രസിഡന്റ് B വത്സൻ മംഗലം നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗുരുവിന്റെ ഹിന്ദുത്വ ദർശനം എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. പിടിക്കാൻ കഴിയാത്ത ഉദാരവും വിശാലവുമായ സർവാശ്ലേഷിയായ ഒരു സാമൂഹിക ഭാവനയുടെ ചക്രവാളം തന്റെ കാലത്തിലെയും ലോകത്തിലെയും മുന്നിൽ തുറന്നു വെച്ചിട്ടാണ് കുമാരനാശാന്റെ ഭാഷ പറഞ്ഞാൽ നിജജന്മം കൃത്യം സാധിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു സമാധിസിദ്ധനായ ഒരു നാരായണ ഗുരു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് എല്ലാവരും പറയുന്ന ഗുരുവായിട്ട് സൗകര്യമാത്മതയം അന്തരീക്ഷത്തിൽ ഇങ്ങനെ തന്നിരിക്കുന്നത് പോലെ ഗുരു നമ്മുടെ ഇടയിൽ കടന്നുപോയി അദ്ദേഹത്തിന്റെ ഈ സന്ദേശത്തിന്റെ സൗകര്യത്തിൽ ഈ അന്തരീക്ഷത്തെ വാസനാവാസ്തവം. UTV ന്യൂസ്, പാലക്കാട്.